ഹലോ സുഹൃത്തുക്കളെ, നമുക്കറിയാം അമേരിക്ക എന്ന കച്ചവട രാജ്യം അത് പണ്ട് തൊട്ട് അവരുടെ ഒരു രീതി എന്ന് വെച്ചാൽ കച്ചവടം, ബിസിനസ്സാണ്. ആ ബിസിനസ് എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് മെയിനായിട്ട് അവരിൽ നിൽക്കുന്നത് ആയുധ കച്ചവടമാണ്. പിന്നെ കൂലിത്തല്ലാണ്, പട്ടാളത്തെ ഇറക്കി കൊടുക്കുക. ഏതെങ്കിലും രാജ്യത്തിന് പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ പരിഹരിക്കലല്ല, അതിനെ ഒന്ന് വലുതായിക്കൊണ്ട് പട്ടാളത്തെ കൊടുക്കുക, ആയുധങ്ങൾ കൊടുക്കുക, ഫ്ലൈറ്റുകൾ കൊടുക്കുക, അങ്ങനെ എല്ലാ തരത്തിലുള്ള ആധുനിക പുരാതന ആയുധങ്ങളൊക്കെ ഇറക്കി കൊടുക്കുക. എന്നിട്ട് രണ്ട് ഗുണങ്ങളാണ് അതിന്റെ: നല്ല ഭീമമായിട്ടുള്ള എമൗണ്ട് ആ രാജ്യത്തിൽ നിന്ന് ഈടാക്കുക, അതുപോലെ തന്നെ സ്റ്റോക്ക് ഇരിക്കുന്ന സാധനങ്ങളൊക്കെ തീരുക, പിന്നെ അതുപോലെ പുതിയ പുതിയ സാധനങ്ങളുടെ ക്വാളിറ്റി പരീക്ഷിക്കുക. ഇതൊക്കെ അവരുടെ ഒരു രീതികളാണ്. ഇപ്പൊ തന്നെ അവർക്ക് ആകെ അബദ്ധം പറ്റിയത് ഇപ്പോഴത്തെ ഇറാനുമായിട്ടുള്ള ഒരു യുദ്ധമാണെന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇറാൻ ഈ യുദ്ധത്തിന്റെ പദ്ധതി അമേരിക്ക ഇസ്രായേൽ ഇടുമ്പോൾ തന്നെ അറിയിപ്പ് കൊടുത്ത് അയൽ രാജ്യങ്ങളിലുള്ള നിങ്ങളുടെ ബേസുകളെയൊക്കെ, അമേരിക്കയുടെ ബേസുകളെയൊക്കെ ഞങ്ങൾ ആക്രമിക്കും എന്ന്. അപ്പോൾ ഇത് തന്നെയാണ് അമേരിക്കയ്ക്ക്, ട്രംപിന് ആവശ്യവും. കാരണം അങ്ങനെ ഇടപെടുമ്പോൾ മാത്രമാണ് അവരിൽ നിന്നും സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കാൻ കഴിയുക, അവിടെ സംരക്ഷണം കൂട്ടാൻ കഴിയുക, ഇതൊക്കെ. പക്ഷെ ഇവിടെ ആകെ അബദ്ധം പറ്റിയത് ആദ്യമായിട്ടാണ് അമേരിക്കയ്ക്ക്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത് കുറിച്ചു വെക്കേണ്ട ഒരു സംഭവമാണ് ഇറാനുമായിട്ടുള്ള ഈ യുദ്ധം. കാരണം അവിടെ ആ അറബ് രാജ്യങ്ങളെയൊക്കെ അവരുടെ നിലനിൽപ്പ് മോശമാകുന്നു, വഷളാകുന്നു, അവരുടെ ബേസുകളൊക്കെ, അമേരിക്കന്റെ ബേസുകളൊക്കെ തകരുന്നു. അതുകൊണ്ട് അതിനുവേണ്ടി ഞങ്ങൾ അടുത്ത പദ്ധതി തയ്യാറാക്കുന്നു. പക്ഷെ അതിന്റെ ചിലവുകളൊക്കെ ഈ രാജ്യങ്ങളൊക്കെ സൗദിയും ഖത്തറും ദുബൈയൊക്കെ വഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? അതിനെ ചെവി കൊടുത്തില്ല. അവരെല്ലാം കുറച്ച് മടിച്ച് നിന്നു. കാരണം കാര്യങ്ങളൊക്കെ വളരെ വൈകിയാണെങ്കിൽ അവർക്ക് ബോധ്യമായി ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിച്ചുകൊണ്ട് ലാഭം കൊയ്യുന്നത് ഈ കാട്ടാളന്മാര്, ഈ തീവ്രവാദിയായ അമേരിക്കയാണെന്നുള്ള കാര്യം അവർക്ക് ബോധ്യമായതിന്റെ പേരിലാണ് ഈ പ്രാവശ്യത്തെ ഈ തരികിടയ്ക്ക് അവര് ചെവി കൊടുക്കാവുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പരാജയം ട്രംപിനുള്ളത്. ഇപ്പൊ യുദ്ധം ചെയ്യുമ്പം അവൻ കൊണ്ടിച്ചെന്ന് ബോംബിടുമ്പം അവന്റെ പട്ടാളക്കാരെ, കൂലിത്തല്ലുകാരെ, ഗുണ്ടകളെ ഇറക്കുമ്പോഴും ആ ഇടുന്ന ബോംബ് ആരെയൊക്കെയാ കൊല്ലേണ്ടത് എന്നൊന്നും ബോംബിന് അറിയില്ല. അതിനകത്ത് കുഞ്ഞുങ്ങളാവാം, സ്ത്രീകളാവാം, സ്കൂൾ കുട്ടികളാവാം, പാവങ്ങളാവാം, അതിന് എല്ലാവരും തീരുമെന്നുള്ള കാര്യം അവനറിയാം. അപ്പൊ അവർക്ക് മനസാക്ഷി എന്ന് പറഞ്ഞ ഒരു സംഭവം അവർക്ക് അതിലില്ല. അമേരിക്കൻ പ്രസിഡന്റിനാകട്ടെ, അതിനോട് കൂട്ടുനിൽക്കുന്നവർക്കാവട്ടെ, അവർക്കൊന്നും അങ്ങനെ ഒരു മനസാക്ഷി എന്ന് പറഞ്ഞ സംഭവമില്ല. കൊല്ലുന്നത് മൊത്തം മുസ്ലിങ്ങളെയാണെന്നും മരിക്കുന്നത് മൊത്തം മുസ്ലിങ്ങളാണെന്നും നന്നായിട്ട് അവർക്കറിയാം. അതിനകത്ത് അവർക്ക് യാതൊരു വിഷമവുമില്ല. കാരണം ഈ ലോകത്തുനിന്ന് ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരം എന്ന് പറയുന്നത് അത് ഇസ്ലാം തന്നെയാണ്, യാതൊരു സംശയമില്ല. അത് ഇസ്ലാം തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് അത് വളരുന്നത്? ഇത്രയൊക്കെ മുസ്ലിങ്ങൾ ഭീകരവാദികളാണ്, തീവ്രവാദികളാണെന്ന് നാല് ചുറ്റും ഇങ്ങനെ അട്ടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഓരോ മുസ്ലിങ്ങളുടെ സമ്പത്ത് നശിപ്പിക്കുന്നു, കൊല്ലുന്നു, അങ്ങനെ പലതും ചെയ്യുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കകത്തിട്ടുകൊണ്ട്. അങ്ങനെ മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഇതുപോലുള്ള കാട്ടാളന്മാരായ ഭീകരവാദികൾ ചെയ്യുമ്പോഴും എന്തുകൊണ്ടാണ് ഇസ്ലാം എന്ന സംസ്കാരം വളരുന്നതെന്നാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുന്നവരാണ് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ജീവിത മരണം ഒക്കെ സാധാരണമായി സ്വാഭാവികമായിട്ട് സൃഷ്ടാവ് ആരാണോ സൃഷ്ടിച്ചത് ആ സൃഷ്ടാവ് നിർണയിച്ചു കൊടുത്തതാണ്. എന്നാൽ ശാശ്വതമായ വിജയം ഇവിടുത്തെ ഈ പരാജയങ്ങളോ അല്ലെങ്കിൽ സമ്പത്ത് കൂടുക, കുറയുക, അടി കൊള്ളുക, കൊള്ളാതിരിക്കുക, യുദ്ധത്തിന്റെ ഇടയിൽപ്പെടുക, പെടാതിരിക്കുക, ഇതൊന്നും അല്ല എന്നുള്ളത് ആ പഠിക്കുന്ന ഇസ്ലാമിക സംസ്കാരത്തിൽ നിന്ന് മനസ്സിലാവും. കാരണം ഇനി ഈ ഭൂമിയിൽ വന്ന് നമ്മൾ ജീവിച്ചു, എല്ലാ വിഭവങ്ങളും നമ്മൾക്ക് കിട്ടിയതുപോലെ തന്നെ ഇനി മറ്റൊരു ലോകത്തേക്ക് പോകാനുണ്ട്. അവിടുത്തെ രക്ഷാമാർഗം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കോപ്രായങ്ങളൊന്നും അല്ല. പിന്നെയോ ആരാണോ ഈ ഭൂമിയെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച എല്ലാ അനുഗ്രഹങ്ങളും ഇവിടെ നമ്മൾക്ക് നൽകിയ ആ ദൈവത്തെ ആരാധിക്കുക, ആ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് അവന്റെ ദൂതൻ പഠിപ്പിച്ച കാര്യങ്ങളിലേക്ക് മുന്നേറുക. അപ്പോൾ സുന്ദരമായ ഒരു ലോകത്തെത്താനുണ്ട്, ഒരു നല്ല വിചാരണയെ നേരിടാനുണ്ട്. അവിടെ സുഖം കിട്ടും, സംരക്ഷണം കിട്ടും, അവിടെ യാതൊരു പ്രശ്നവും പ്രയാസവും വിശ്വാസികൾക്കില്ല എന്ന യാഥാർത്ഥ്യത്തെയാണ് തികച്ചും വിശ്വാസികൾക്ക് ഇവിടെ അറിയാവുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഇസ്ലാമിനെ കുറിച്ചൊന്ന് പഠിക്കാൻ മനസ്സ് വെച്ച് ആരെങ്കിലും വന്നാൽ അവർക്കും ബോധ്യമാകുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാം എന്ന സംസ്കാരം വളർന്നു വരുന്നത്. എല്ലാ രാജ്യത്തുനിന്നും, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ, UK പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ക്രിസ്ത്യൻ പള്ളികളിലൊക്കെ വിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കുക, നിങ്ങൾ ആരാധന നടത്തിക്കോ,
എന്നും പറയും. അപ്പൊ ഇതിന്റെയൊക്കെ ഉള്ളടക്കം യഥാർത്ഥ ഇസ്ലാമിന്റെ വളർച്ച എന്ന് പറയുന്നത് ആ സുന്ദരമായ സംസ്കാരം, ഏകദൈവ വിശ്വാസം, പ്രപഞ്ച സൃഷ്ടാവിനെ അനുസരിക്കുക, അവൻ വഴി നാളെ സുന്ദരമായ ലോകത്തെത്താനുണ്ട് എന്നുള്ളൊരു അറിവാണ്. അപ്പൊ ഈ അറിവിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് എത്രയൊക്കെ പീഡനങ്ങൾ നോക്ക് നിങ്ങൾ. അവിടെ കിടന്ന് ഗസയിലും ഒക്കെ, ഫലസ്തീൻ, ഗസ ഇവിടെയൊക്കെ അനുഭവിച്ചിട്ടും അവരുടെ മനസ്സിൽ പ്രത്യാശത്തിന്റെ ഒരു ഒരു തിരുനാളമുണ്ട്. അതാണ് ഇല്ല, അവർക്ക് മരണവും ജീവിതവും ഒന്നും യാതൊരു പ്രശ്നമല്ല എന്നതിലേക്ക് എത്തുന്നത്. ഈ അറിവാണ് ഈ ലോകത്ത് മൊത്തവും ഈ സംസ്കാരത്തിലേക്ക് ജനങ്ങൾ കടന്നു വരുന്നത്. അവിടെ തീവ്രവാദികളാണെന്ന് പറഞ്ഞിട്ടോ കുറെ എണ്ണത്തിന്റെ വീട് പൊളിച്ചിട്ടും കൊന്നൊടുക്കിയിട്ടും അടിച്ചമറിച്ചിട്ടൊന്നും ഒരു ഫലവുമില്ല. കാരണം എന്താണ്? സുന്ദരവും അത്യുന്നതമായ ഒരു സംസ്കാരം അതിന്റെ പിന്നിലുണ്ടെന്ന് ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. പടച്ചാമ്പരാൻ പറഞ്ഞ് ഈ ഒരു പ്രകാശത്തെ, ഇസ്ലാം എന്ന പ്രകാശത്തെ, ഈ ദീനിനെ ഈ പ്രപഞ്ചത്തിൽ വളർത്തിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇസ്ലാമിനെ വിമർശകരും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ കാര്യങ്ങൾ തിരിച്ചറിയുന്നതാണ് ഏറ്റവും നല്ല അറിവ്. അതൊന്ന് മനസ്സിലാക്കാനും പഠിക്കാനും തയ്യാറാകുമ്പോൾ ഇത്തരത്തിലുള്ള ക്രൂരതകളൊന്നും വലിയ കാര്യമല്ലാതായി മാറും. എല്ലാത്തിൻ്റെയും ഫലം അനുഭവിക്കേണ്ട ഒരു സമയമുണ്ട്. ചെയ്യുന്നവനും കൃത്യമായിട്ട് അതിന്റെ പ്രതിഫലം കിട്ടും, യാതൊരു സംശയമില്ല. ഈ വിശ്വാസമാണ് ഇസ്ലാമിനെ ലോകത്ത് വളർത്തുന്നത്. നമുക്ക് വീണ്ടും